ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തെ സ്തുതിക്കുന്നു. परमेश्वर के नाम की ഇന്ന് महिमा हो। ഇന്ന് പോൽക്കാലം നിങ്ങൾക്ക് രാത്രി, ഞങ്ങൾക്കിവിടെ പകലുമാണല്ലോ. ഈ പകലും രാത്രിയുമായിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് വീണ്ടും ആയിരിക്കാൻ ദൈവം ഒരു അവസരം കൂടി ജീവിതത്തിൽ നൽകിയതിൽ നമുക്ക് ദൈവത്തെ ഒന്നിച്ച് മഹത്വപ്പെടുത്താം. मेरे यहाँ पे सुबह, आपके यहाँ पे शाम है। सुबह शाम दोनों समय परमेश्वर को धन्यवाद करने के लिए प्रभु ने मौका अवसर दिया, इसलिए परमेश्वर को मैं धन्यवाद करता हूँ। പ്രൈസ് ദി ലോർഡ്. കർത്താവ് വലിയ സ്നേഹിക്കുന്ന പാസ്റ്റർ ജോൺ പാസ്റ്റർ, വിജു ദാനിയേൽ പാസ്റ്റർ, ഇതിനകത്ത് ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ പകൽക്കാലം രാവിലെ സമയം धन्यवाद करता हूँ पास्टर सन्निपात जी के लिए और तमाम परमेश्वर के दास दासी विश्वासियों के लिए, सबको यीशु मसीह के नाम से मसीह वंदना। ഒരിക്കൽ കൂടെ നമുക്ക് ദൈവസ്ഥലായിരിക്കാൻ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യം തന്നതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. एक और बार परमेश्वर में आने के लिए प्रभु ने हमको जीवित रखा, इसलिए परमेश्वर को धन्यवाद करते हैं। നമ്മളിപ്പോൾ ചിന്തിക്കുമ്പോൾ എത്രയോ ആയിരങ്ങളാണ് ഓരോ ദിവസം ലോകത്തിൽ മാറ്റപ്പെടുന്നത്. നമ്മളെ ജീവനോടെ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്. ദൈവത്തിന് നമ്മളുടെ ദയയാണ് നമ്മൾ ഈ ഭൂമിയിലെ ജീവനോടെ ആയിരിക്കുന്നത്. कितने लोग एक एक दिन संसार छोड़ के चले जाते हैं, लेकिन केवल परमेश्वर की करुणा दया है कि आज भी हम जीवित हैं। ക്രൈസ്തലോട് ഹാലി നമുക്ക് തന്ന ആയുസ്സിനും ആരോഗ്യത്തിനും എല്ലാത്തിനും നമുക്ക് ദൈവത്തിന് നന്ദി കരയറ്റാം. प्रभु ने हमको जीवन दिया, हमें अच्छा स्वास्थ्य दिया, इन सब के लिए परमेश्वर को हम धन्यवाद करें। രാജസ്ഥലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും ഒരിക്കൽ കൂടി യേശു ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം. राजस्थान के तमाम मसीह भाई बहनों को यीशु मसीह के नाम से मसीह वंदना। ക്രൈസ്തലോട് നിങ്ങളുടെ ദൈവദിനം പറയുവാനായിട്ട് പല സന്ദർഭങ്ങളിൽ ദൈവം എന്നെ സഹായിച്ചു. എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. कई बार आपके मध्य में आके वचन की मनादी करने के लिए प्रभु ने मुझे मौका दिया, इसलिए मैं प्रभु में आनंदित हूँ। ഞാൻ പറയാൻ കാരണം എൻ്റെ ശുശ്രൂഷയിൽ ആദ്യമായിട്ട് വചനമായി ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. രാജസ്ഥാന്റെ മണ്ണിലാണ് ആദ്യമായി വചനമായി പോകാൻ ദൈവം എന്നെ സഹായിച്ചത്. कारण मेरी सेवकाई में जीवन में केरला से सबसे पहले मैं राजस्थान में ही सेवकाई के लिए आया था। ഒന്നും അറിയാൻ വയ്യാത്ത ഒരു ദേശത്ത് എൻ്റെ മാതാവിനോട് ഞാൻ പറഞ്ഞു, ഒരു പക്ഷെങ്കിൽ ഞാൻ തിരികെ വന്നില്ലെങ്കിൽ വിഷമിക്കേണ്ട, ദൈവസന്നിധി കാണാം. കാര്യം തിരിച്ചു ചെല്ലാൻ ഒക്കുമെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. കാരണം ഒരിക്കലും പോയിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത, ഭാഷ അറിയാൻ വയ്യാത്ത ഒരു ദേശത്ത് ചെല്ലുമ്പോൾ എന്താണ് അടുത്ത് സംഭവിക്കുന്നത് അറിയത്തില്ലായിരുന്നു. എന്നാൽ ദൈവം ഇതുവരെയും സഹായിച്ചു, ഇതുവരെയും നടത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ऐसा एक व्यक्ति जिसको कुछ भी नहीं मालूम था, वो राजस्थान के मरुभूमि में निकल पड़ा। माता जी को भी मैंने कहा था कि शायद अगर मैं लौट कर नहीं आऊं तो हम प्रभु की उपस्थिति में मिलेंगे, क्योंकि मुझे कुछ भी मालूम नहीं था। लेकिन प्रभु को धन्यवाद, और प्रभु ने अब तक मुझे भी संभाले रखा, रक्षा हिफाजत किया। ക്രൈസ്തലോടെ ഹാലരി. അന്ന് ഞങ്ങള് ഒത്തിരി ഗ്രാമങ്ങളിൽ സുവിശേഷമായി കടന്നു പോയിട്ടുണ്ട്. ട്രാക്റ്റ് കൊടുക്കാനൊക്കെ കഴിഞ്ഞു. ട്രാക്റ്റും അതുപോലെ ഗോസ്പൽസ് സുവിശേഷങ്ങളുടെ ഓരോ പ്രതി കൊടുക്കുവാൻ ഇടയായിട്ടുണ്ട്. അവരൊക്കെ ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടെന്ന് നമുക്കറിയത്തില്ല. എന്നാൽ ഞാൻ ചിന്തിക്കുകയാണ്, ദൈവമേ, ആരെങ്കിലും അന്ന് വചനം കേട്ട ആരെങ്കിലും കർത്താവ് സന്നിധി കാണുവാൻ ഇടയാക്കണമേ എന്ന് ഞാൻ അനേക പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടുണ്ട്. उस समय अनेकों गांवों में जाके पत्रियां बांटने के लिए, सुसमाचार की छोटी किताबें हैं, उसको बांटने के लिए प्रभु ने सहायता मत किया। उसके बाद मेरी प्रार्थना थी, प्रभु उनमें से कुछ लोग विश्वास में आ जाएं, प्रभु आपको जान जाए। ക്രൈസ്തലോടെ കർത്താവ് ഇന്ന് പലകാലം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ.
प्रभु आज हम सबको आशीषित करे। ഞാൻ എന്തുമാണ് നിങ്ങളോട് സംസാരിക്കേണ്ടതെന്ന് ഈ ദിവസങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനിടയായി തീർന്നു. मैं क्या बातचीत करूं, ये सोचकर मैं बहुत ही सोच विचार में था। എനിക്ക് തോന്നുന്ന ആഴ്ചയുടെ മിക്കവാറും ദിവസങ്ങൾ ഇതുപോലെ ഉള്ള സൂം മീറ്റിംഗ് നടക്കുന്നുണ്ടല്ലോ. അനേക ദൈവമക്കൾ, ദൈവദാസന്മാർ കടന്നു വന്ന് വചനങ്ങൾ പ്രസംഗിക്കാറുണ്ട്. അതൊക്കെ കേട്ട് നിങ്ങൾ അനുഗ്രഹം പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. और मुझे मालूम है कि हर एक दिन जो मीटिंग चलता है, अनेकों परमेश्वर के दास लोग जो है आपके मध्य में आते हैं, वचन की मनादी प्रचार करते हैं, वो सब आपके लिए अनुग्रह है, ये मैं विश्वास करता हूं। പ്രൈസ് ദി ലോർഡ്. എന്നാൽ എൻ്റെ മനസ്സിൽ ചിന്തയിലേക്ക് വന്ന ഒരു വേദഭാഗം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ. മാർക്കോസ് 1:14-15 ആരെങ്കിലും വായിച്ചാൽ. मरकुस रचित सुसमाचार पहला अध्याय 1-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ. 14-15 आयत पढ़े। ആരെങ്കിലും यूहन्ना के पकड़वाए जाने के बाद यीशु ने गलील में आकर परमेश्वर के राज्य का सुसमाचार प्रचार किया और कहा, समय पूरा हुआ है और परमेश्वर का राज्य निकट आ गया है। मन फिराओ और सुसमाचार पर विश्वास करो। താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യം കുറിച്ച് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. യേശു ഗലീലയിൽ ചെന്ന് ദിവ്യരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. यहाँ पढ़ते हैं कि यीशु मसीह गलील में जाके परमेश्वर के राज्य का सुसमाचार प्रचार करने लगे। പ്രൈസ് ദി ലോർഡ്. പറഞ്ഞ എന്താണ്? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുകയും. क्योंकि यीशु मसीह ने कहा समय पूरा हुआ है, परमेश्वर का राज्य निकट है, मन फिराओ, सुसमाचार पर विश्वास करो। പ്രൈസ് ദി ലോർഡ്. എനിക്കറിയാം, രക്ഷിക്കപ്പെട്ടവരും സ്നാനപ്പെട്ടവരും ദൈവത്തെ ആരാധിക്കുന്നവരുമായി ദൈവമക്കളാണ് എൻ്റെ മുമ്പിലുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. मुझे मालूम എന്നാൽ है പിന്നെ എന്തിനാണ് ഈ മാനസാന്തരത്വം എന്നുള്ള വിഷയം ചിന്തിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം ഒരു പക്ഷെങ്കിൽ. मुझे मालूम है कि आप सब अधिकतर लोग जो है उन्होंने यीशु मसीह को अपना उद्धार करते स्वीकार किया है, लेकिन फिर आप सोचेंगे कि फिर क्यों परमेश्वर दास कह रहे हैं कि मन फिराव करो। പ്രൈസ് ദി ലോർഡ്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ദൈവത്തിന് സ്തോത്രം. अपने हृदय के अंदर में नयापन लाके रूपांतरण प्राप्त करो। പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുതിയ നിയമത്തിലെ ആദ്യത്തെ ആഹ്വാനമാണ് മാനസാന്തരപ്പെടുക എന്നുള്ളത്. नए नियम की पहली आह्वान है, लोगों से गुजारिश है, मन फिराव करो। മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ 1-ാം വാക്യം വായിക്കുമ്പോൾ ഇതേ വാക്യം അവിടെ കാണാൻ കഴിയും. മത്തായി 3:1. मत्ती 3:1 में भी हम इसी बात को पढ़ते हैं। ആരെങ്കിലും ഒന്ന് വായിക്കാമെങ്കിൽ നല്ലതായിരിക്കും. मत्ती 3:1, 3:2। 3:1. उन दिनों में यूहन्ना बपतिस्मा देने वाला आकर यहूदिया के जंगल में यह प्रचार करने लगा। दो അപ്പോൾ യേശു, നമ്മൾ ആദ്യം വായിച്ചത് യേശു ഗലീലിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു, മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞു. ഇവിടെ കാണുമ്പോൾ യോഹന്നാൻ സ്നാപകൻ അതേ വിഷയമാണ് പറയുന്നത്, മാനസാന്തരപ്പെടുക. यहाँ हम देखते हैं यीशु मसीह ने कहा, सुसमाचार का प्रचार किया और मन फिराव का प्रचार किया। यहाँ पे यूहन्ना सुसमाचार सुनाने वाला भी कहता है कि मन फिराव करो क्योंकि परमेश्वर का राज्य निकट है। മനസ്സിന് രൂപാന്തരം ഉണ്ടാകുക, अर्थात हमारे हृदयों के अंदर एक रूपांतरण आ जाए। രക്ഷിക്കപ്പെട്ടതായിരിക്കാം, സ്നാനപ്പെട്ടതായിരിക്കാം, പക്ഷെ അനേകരുടെ ജീവിതത്തിൽ ഒന്നില്ല, മാനസാന്തരം ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് അവരുടെ ജീവിത അനുഭവത്തിൽ കൂടെ നന്നായി മനസ്സിലാക്കാൻ കഴിയും. अनेकों लोगों ने यीशु मसीह को अपना उद्धार करता स्वीकार किया होगा, बपतिस्मा लिया होगा,
लेकिन उनके जीवन को देख के पता चलता है कि अभी भी उनका मन फिराव नहीं हुआ है। ക്രൈസ്തലോടെ മാനസാന്തരപ്പെടാതെയും സ്നാനപ്പെടാൻ കഴിയും, मन ദൈവമക്കളാണെന്ന് फिराव പറയാൻ കഴിയും. പക്ഷെങ്കിൽ മനസ്സിന് വരുന്ന രൂപാന്തരമാണ്, മാറ്റമാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്നത്. मन फिराव के बिना भी हम बपतिस्मा ले सकते हैं, लेकिन हमें समझना है कि परमेश्वर का वचन मनुष्य के भीतरी मनुष्यत्व में रूपांतरण परिवर्तन चाहता है। കർത്താവ് പറഞ്ഞ വാക്യം എന്താണ്? കർത്താവ് പറഞ്ഞത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതിനാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ മാനസാന്തരപ്പെടുകയും. यीशु मसीह ने कहा परमेश्वर का राज्य निकट है, इसलिए मन फिराव करो और विश्वास करो। ക്രൈസ്തലോടെ യേശുവിൻ്റെയും ശിഷ്യന്മാരുടെയും യോഹന്നാന സ്നാപകന്റെയും പ്രധാന സന്ദേശം, ആദ്യത്തെ സന്ദേശം എന്ന് പറയുന്നത്, ഒരു ദൈവം ഒരു രാജ്യം സ്ഥാപിച്ച് വയ്ക്കാൻ പോവുകയാണ്. ആ രാജ്യത്തിൽ നിങ്ങൾക്ക് പ്രവേശനം വേണം. ആ രാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. यूहन्ना बपतिस्मा देने वाला, उसके बाद यीशु मसीह, उसके बाद यीशु मसीह के चेले, तीनों ने एक ही बिंदु पे प्रचार किया कि मन फिराव करो। സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ നമ്മളെ കർത്താവായ യേശു പറയുന്ന കാര്യം നമുക്ക് ഓർക്കാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ, വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ ആർക്കും കഴിയുകയില്ല. स्वर्ग के राज्य प्रवेश करना है तो यीशु मसीह ने जो यूहन्ना 3 में निकोदेमुस से कहा, जब तक तू नए सिरे से जन्म ना ले परमेश्वर के राज्य को देख नहीं सकता है। ഈ രാജ്യത്തിൽ ഒരു ജനനത്തോടു കൂടിയാണ് നാം പ്രവേശിച്ചത് ഈ ലോകത്തിൽ. इस पृथ्वी पे भी एक जन्म के द्वारा आज हम यहाँ हैं। എന്നാൽ ദൈവം ഒരുക്കുന്ന ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിലും ഒരു ജനനം ആവശ്യമാണ്. അതാണ് വീണ്ടും ജനനം എന്നുള്ള വായിക്കുന്നത്. तो परमेश्वर भी एक अदृश्य राज्य को हमारे लिए तैयार कर रहा है, उसमें भी अगर प्रवेश करना है तो नया जन्म होना है। കർത്താവിനെ കാണാൻ വന്ന നിക്കോദീമസിനോട് കർത്താവ് പറയുന്നത്, ഈ വീണ്ടും ജനിച്ചില്ല എങ്കിൽ നിനക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയുകയില്ല. यीशु मसीह ने निकोदेमुस से कहा, जब तक तू नए सिरे से जन्म ना ले परमेश्वर के राज्य में प्रवेश नहीं कर सकता। പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവ് ഒരുക്കുന്ന രാജ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. इसलिए हमको समझना, प्रभु जो राज्य तैयार कर रहा है वो है सबसे महत्वपूर्ण। ആ രാജ്യത്തിൽ പ്രവേശികൾ മാനസാന്തരപ്പെടണം, അല്ലെങ്കിൽ വീണ്ടും ജനിക്കണം. उस राज्य में अगर आपको पहुंचना है तो मन फिराव करना है, नया जन्म लेना है। വീണ്ടും ജനിച്ചവൻ എന്തുണ്ട്? ഒരാളുടെ ജീവിതത്തിൽ വീണ്ടും ജനനം അല്ലെങ്കിൽ ഒരു മാനസാന്തരം ഉണ്ടായാൽ മറ്റുള്ളവർക്ക് എന്തായിരിക്കണം? അതറിയണം, ഇവന് മാനസാന്തരപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ജീവിതമാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. मन फिराव या मसीह जीवन वास्तव में क्या है? दूसरे व्यक्ति को पता चलना है कि हमारे अंदर एक बदलाव हुआ है, यह है मन फिराव। ഞാൻ പറയട്ടെ, നിങ്ങൾ ഇപ്പം രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടവരായിരിക്കാം എല്ലാവരും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ സ്നാനപ്പെട്ടേച്ച് അങ്ങോട്ട് വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കി ഭാര്യയെ തല്ലുക എന്ന് വിചാരിക്കുക. ഭാര്യയ്ക്ക് 2 കൊടുത്തു. അപ്പോൾ ആ ഭാര്യയെ ചോദിക്കാം, നിങ്ങൾ എന്തിനാ സ്നാനപ്പെട്ടത്? നിങ്ങൾക്ക് വല്ല മാറ്റം വന്നു എന്ന് ചോദിച്ചാൽ എന്താ? ഒരു മാറ്റം ഇവിടെ കാണാൻ കഴിയുന്നില്ല. അവരുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കാണാൻ കഴിയുന്നില്ല. उदाहरण के लिए एक व्यक्ति ने बपतिस्मा लिया, उसका विवाह हो गया है। एक दिन वह घर में आता है और अपनी पत्नी के 2-3 चाटे या रेपड़ धर देता है। तो पत्नी पूछती है उससे, आपका मन फिरा हुआ क्या? പ്രൈസ് ദി ലോർഡ്. समझना है ऐसी अवस्था जब आती है, പ്രൈസ് ദി ലോർഡ്. क्या मन फिरा हुआ क्या? മാനസാന്തരപ്പെട്ടവൻ അവന്റെ സ്വഭാവത്തിൽ കൂടെ അതെന്താണ്? പ്രകടിപ്പിക്കണം. मन फिराव जिस व्यक्ति का हुआ है वो अपने स्वभाव के द्वारा उसको प्रकट करना है। ഞങ്ങളുടെ നാട്ടിൽ ഒരു ഉദാഹരണം പറയാറുണ്ട്. हमारे गांव में एक उदाहरण दिया जाता है इससे संबंधित। പ്രൈസ് ദി ലോർഡ്. ഒരു വീട്ടിലൊരു ഭയങ്കര മദ്യപാനി ഉണ്ടായിരുന്നു. ഒരു മനുഷ്യൻ ഒരു കഥ പോലെയുള്ള കാര്യമാണ്, സംഭവമാണെന്ന് അറിയത്തില്ല, എന്നാൽ ഒരു കാര്യം വ്യക്തമാക്കാനും പറയാണ്. एक कहानी है, सत्य है या नहीं मालूम नहीं है। एक घर के अंदर एक व्यक्ति जो है
बहुत दारू पीने वाला होता है। അവന്റെ വീട്ടിൽ ഒരു പൂച്ചയുണ്ട്. നമുക്കറിയാം, നിങ്ങളുടെ വീട്ടിൽ പൂച്ച ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ പൂച്ച കണ്ടിട്ടുണ്ടായിരിക്കാം. വളരെ മനുഷ്യനോട് സ്നേഹം കാണിക്കുന്ന മൃഗങ്ങളിൽ ഒന്നാണ് പൂച്ച. ഈ പൂച്ച എന്നും ഈ മനുഷ്യൻ ഇങ്ങനെ മദ്യപിച്ചേച്ച് വരുമ്പോഴും ആ സ്നേഹം പ്രകടിപ്പിക്കുവാൻ തൻ്റെ കാലെ ചെന്ന് ഒരേയും മറ്റു കാര്യമൊക്കെ ചെയ്യുന്നത് ഒരു പതിവായിരുന്നു. उसके घर में एक बिल्ली थी। हम बिल्ली का एक स्वभाव जानते हैं कि बिल्ली जो होते हैं बहुत प्यार करती है, इसलिए जब भी ये दारू पी के आता था ये व्यक्ति, वो बिल्ली आती थी, इसके पाँव के पास आके उसको प्यार प्रकट करती थी। എന്നാൽ ഈ മനുഷ്യർ ഇവനെ കാലുകൊണ്ട് ആ പൂച്ച തട്ടി എറിയും, പോന്ന് പറഞ്ഞവനെ ഓടിക്കും. लेकिन ये व्यक्ति जो है दारू पिया हुआ है, इसलिए वो अपने पांव से उसको लात मार के उसको बाहर फेंक देता है। അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മനുഷ്യൻ കർത്താവിനെ അറിഞ്ഞ് രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. ऐसे समय के अंदर में ये व्यक्ति यीशु मसीह को पहचानता है और मन फिराक करता है, बपतिस्मा लेता है। അങ്ങനെ ഇരിക്കുമ്പോൾ ആ പൂച്ച ആ ദിവസവും ഈ മനുഷ്യനെ വന്ന് തന്റെ സ്നേഹം പ്രകടിപ്പിച്ച് ദേഹത്ത് നിന്ന് ഒരയുകയും അങ്ങനെ സന്തോഷം പ്രകടിപ്പിച്ചു. जिस दिन इस व्यक्ति ने बपतिस्मा लिया, उस दिन रात को भी वो बिल्ली आई, इसके पास आके इसके पाँव में, इसके शरीर में से रगड़ने लगी और अपना प्यार व्यक्त करने लगी। അന്ന് ഈ പൂച്ചയെ ആ മനുഷ്യൻ ഒന്നും ചെയ്തില്ല, ഉപദ്രവിച്ചില്ല. വളരെ സ്നേഹത്തോടെ അതിനെ കണ്ടു, വളരെ അതിനെ സ്നേഹിച്ചു. उस दिन इस मनुष्य ने उस बिल्ली को लात नहीं मारा और बहुत ही प्यार प्रकट किया उस बिल्ली के साथ में। പ്രൈസ് ദി ലോർഡ്. അപ്പൊ പൂച്ചയ്ക്ക് ഭയങ്കര ആശ്ചര്യം, എൻ്റെ യജമാനൻ എന്ത് സംഭവിച്ചു. അപ്പൊ അതിന് മനസ്സിലായി ഇദ്ദേഹത്തിന് എന്തോ മാറ്റം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പഴയ ആ സ്വഭാവം ഇപ്പൊ കാണുന്നില്ലല്ലോ എന്ന് പറയാനിടയായി എന്നൊരു കഥയാണ്. तो बिल्ली सोचने लगी, क्या हो गया आज मेरे मालिक को, आज तो एक बहुत बड़ा बदलाव दिख रहा है, कुछ ना कुछ तो हुआ है, तभी ये व्यक्ति मुझसे प्यार कर रहा है। ये कहानी है, हकीकत ഞാൻ नहीं। പറയുന്നതിന്റെ അർത്ഥം, ഒരാൾ മാനസാന്തരപ്പെട്ടാൽ അവന്റെ വീട്ടിലുള്ള പൂച്ചയ്ക്ക് പോലും അറിയാം ഇവന് മാനസാന്തരം ഉണ്ടായെന്ന്. कहने का तात्पर्य है कि अगर हमारे अंदर एक बदलाव हुआ है तो हमारे घर में जो जानवर होते हैं उसको भी पता चल जाता है कि हमें बदलाव हुआ है। പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ഭാര്യയ്ക്ക് ആകണം, ഭർത്താവിന് മനസ്സിലാകണം, മക്കൾക്ക് ചുറ്റുപാടുള്ളവർക്കൊക്കെ മനസ്സിലാകണം, ഇവനിൽ മാറ്റം വന്നു, ഇവനിൽ എന്തോ വ്യതിയാനം സംഭവിച്ചു എന്ന്. एक फर्क जीवन में हुआ है, बदलाव हुआ है। पति को मालूम होना, पत्नी को मालूम होना, माता पिता को मालूम होना है, बहुओं को मालूम होना, सास ससुर को मालूम होना, पड़ोसी को मालूम होना है, Praise the रिश्तेदार Lord. को मालूम होना है। പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവസ്ഥാനിൽ നമ്മൾ ഓർക്കണം, മാനസാന്തരപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് മാറ്റം വന്നിട്ടില്ല എങ്കിൽ, സ്വഭാവത്തിന് വ്യത്യാസം വന്നിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് യാതൊരു വ്യതിയാനം വന്നിട്ടില്ല, അതിനെ മാനസാന്തരം എന്ന് പറയാൻ കഴിയത്തില്ല. मैं आपसे कहना चाहता हूं, अगर आपके जीवन के अंदर एक बदलाव नहीं हुआ है तो वचन के अनुसार आपके अंदर आज भी मन फिराव नहीं हुआ है। പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മദ്യപാനം വിട്ട് ദൈവസ്ഥനിലേക്ക് വരുമ്പോൾ വീണ്ടും മദ്യത്തെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാകും, കുടിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകും. പക്ഷേ അന്നേരത്ത് ഓർക്കണം, ഞാൻ പഴയ മനുഷ്യനല്ല, ഞാൻ ആരാണ്? ഇപ്പൊ ഒരു പുതിയ സൃഷ്ടിയായിരിക്കുന്നു, ഞാൻ വീണ്ടും ജനിച്ചവനാണ്, മാനസാന്തരപ്പെട്ടവനെന്ന ചിന്ത നമ്മളുണ്ടാകണം. उदाहरण के लिए एक व्यक्ति अगर वो अत्यधिक शराब पीने वाला है, उसने मन फिराव करके प्रभु के वचन को मान लिया, तो उसके बाद भी उसके अंदर इच्छा आ सकती है, तब उस व्यक्ति को सोचना है, मैं अब ये नहीं कर सकता हूं क्योंकि मैंने मन फिराव किया है। നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം അത് വലിയ ഒരു വിഷയമാണ്. ജീവിതത്തിലെ സ്വഭാവത്തിന് എന്ത് ചെയ്യണം? മാറ്റം വരണം. हमारे जीवन के अंदर बदलाव प्रियो हमारे स्वभाव में होना है। പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എല്ലാ പ്രാവശ്യം നിങ്ങളോട് പറയുന്ന വളരെ ലളിതമായ ചില വിഷയങ്ങളാണ്, വലിയ കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്. കാരണം വലിയ കാര്യങ്ങളൊക്കെ പറയാൻ നിങ്ങൾക്ക്
ഒരുപക്ഷെ ചിലവും പലതും മനസ്സിലായി എന്ന് വരത്തില്ല. എന്ന ലളിതമായുള്ള ഒരു സന്ദേശം നമുക്കെല്ലാം ഉദ്ദേശം എന്തുവാണ്? നമ്മളിപ്പോൾ വായിച്ച പോലെ ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മനസ്സാന്തരപ്പെടുവീൻ. കർത്താവ് ഒരുക്കുന്ന രാജ്യത്തിൽ നമ്മൾ എത്തണം. അതിനുവേണ്ടിയുള്ള വഴികളെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. എങ്ങനെ ജീവിക്കണം, നമുക്കെങ്ങനെ മാറ്റം വരണം, അതാണ് നമ്മുടെ സന്ദേശം എന്ന് പറയുന്നത്. इसलिए जीवन में समझना है, हमेशा की तरह मैं सरल भाषा के अंदर में अपनी बातों को व्यक्त करता हूं ताकि आप लोगों को समझ आ जाए। यीशु Praise the मसीह ने Lord. सरलता से कहा, मन फिराव करो ताकि तुम परमेश्वर के राज्य में प्रवेश करो। കർത്താവ് ഒരുക്കുന്ന രാജ്യത്തിൽ പോകണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷെങ്കിൽ എല്ലാവർക്കും പോകാൻ എന്തില്ല? കഴിയുകയില്ല. परमेश्वर राज्य तैयार कर रहा है, सबकी इच्छा वहां जाना है, लेकिन इच्छा रखने से नहीं पहुंचेंगे, हम वहां बहुत से नहीं पहुंच पाएंगे। Praise the Lord. അപ്പൊ നമ്മുടെ ജീവിതം കൊണ്ട് എന്ത് ചെയ്യണം? ഞാൻ ഒരു ദൈവത്തിലാണെന്ന് എന്ത് ചെയ്യണം? തെളിയിക്കണം. हमारे जीवन के द्वारा इस बात को आपको प्रकट करना, बताना है कि मैं परमेश्वर की संतान हूं। Praise the Lord. ഞാൻ പറഞ്ഞു, സ്നാനപ്പെട്ടതിന് ശേഷവും ആ പഴയ പ്രവൃത്തികൾ, മദ്യപാനം, പുകവലി, ദുർനടപ്പ്, സിനിമ കാണാനുള്ള ആസക്തി, ഇങ്ങനെയൊക്കെ പിന്നെയും നമ്മളെ പിന്തുടരുന്നു എങ്കിൽ, അതിന് നമ്മൾ അടിമയായിത്തീരുന്നെങ്കിൽ നമ്മൾ മാനസാന്തരപ്പെട്ടു എന്ന് പറയാൻ കഴിയുമോ? हमारे जीवन के अंदर जो पहले बुराइयां थी, लड़ाई झगड़े करते थे, गुटखे तमो खाते थे, ईर्ष्या रखते थे, मनमुटाव करते थे, प्रेम नहीं था, हमेशा आज भी अगर वही स्वभाव हमारे जीवन में है तो क्या हमारा मन फिरा हुआ है क्या? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് എന്ത് ചെയ്യണം? സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. इसलिए वचन में क्या लिखा है? मन फिराव करके सुसमाचार पे विश्वास करो। പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് റോമാലേഖനം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. रोमियो 6वां अध्याय 6-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചേ. നമുക്കെല്ലാവർക്കും വളരെ പരിചയമായിരിക്കുന്നതാണ്. एक വായിച്ചാട്ടെ. से हम पढ़ेंगे। तो हम क्या कहे? क्या हम पाप करते रहे कि अनुग्रह बहुत हो? कदापि नहीं। हम जब पाप के लिए मर गए तो फिर आगे को उसमें कैसे जीवन बिताए? താഴോട്ട് വായിച്ചു. ആകെ പഠി. आगे पढ़े। क्या तुम नहीं जानते कि हम सब जिन्होंने मसीह का बपतिस्मा लिया उसकी मृत्यु का बपतिस्मा लिया, अतः उस मृत्यु का बपतिस्मा पाने से हम उसके साथ गाड़े गए, ताकि जैसे मसीह पिता की महिमा के लिए महिमा के द्वारा मरे हुए में से जिलाया गया, वैसे ही हम भी नए जीवन की सी चाल चले। മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ നമ്മള് സ്നാനം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് അതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്നത്. സ്നാനപ്പെടുക എങ്ങനെ? ആ സ്നാനം സംബന്ധിച്ച് നിങ്ങൾ ഇതിനെ പല പ്രാവശ്യം കേട്ടിട്ടുണ്ടായിരിക്കും. കേട്ടിട്ട് സ്നാനപ്പെടുന്നതിന് മുമ്പ് ഈ വചനങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. ദൈവദാസന്മാരെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതായ അനേക വിഷയങ്ങളുണ്ടെന്നുള്ള കാര്യം ധ്യാനിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. यहाँ पे मुख्य विषय जो है, यहाँ पे पौलुस जो है बपतिस्मा के बारे में कह रहा है। आप सबने पहले भी पढ़ा होगा, बपतिस्मा के पहले भी पढ़ा होगा, लेकिन उसके अंदर में बहुत सी महत्वपूर्ण बातें इस परमेश्वर कहना चाह रहा है। അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പദപ്രയോഗം ക്രിസ്ത്യ ജീവിതം, അവിടെ പാപസംബന്ധമായ മരിച്ചവർ എന്നൊരു പ്രയോഗം അവിടെ കാണുന്നത്. പാപസംബന്ധമായി മരിച്ചവർ. इसलिए दूसरे आयत में लिखा, हम जब पाप के लिए मर गए तो। പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാപം സംബന്ധിച്ച് മരിച്ചവര്, ആ മരിക്കുന്ന അവസ്ഥയാണ് മാനസാന്തരമെന്നും വീണ്ടും ജനനമൊക്കെ പറയുമ്പോൾ പാപം സംബന്ധിച്ച് ഞാൻ എന്ത് ചെയ്തു? മരിച്ചു. ഹല്ലേലൂയ. वास्तव में क्या है? पाप के लिए हम मर गए हैं, हमने उसको दफना दिया है। അപ്പോൾ അവിടെ വായിക്കുമ്പോഴും വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ, ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത് ഒരു മരണത്തിൽ നിന്നാണ്. तो हमको समझना है मसीह जीवन की शुरुआत कहां से हो रही है? मरने के द्वारा। ഒരു മരണം സംഭവിച്ചു. जीवन में एक मृत्यु हमारी हो चुकी है। അതായത് ശാരീരിക മരണമല്ല, അവിടെ പാപം സംബന്ധിച്ച് മരിച്ചു.
शरीर की मृत्यु नहीं है, पाप के लिए, पाप से संबंधित हम मर गए। പ്രൈസ് ദി ലോർഡ്. ഒരാൾ മരിച്ചു കിടക്കാൻ വിചാരിക്കുക. सोचो कि एक व्यक्ति मरा पड़ा हुआ है जमीन पर, അവൻ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനോ പ്രവർത്തിക്കാനോ കഴിയുമോ? क्या वो कुछ भी बोल सकता है, कुछ काम कर सकता है? കാരണം പ്രവർത്തിക്കാൻ കഴിയത്തില്ല, അവന് ജീവനില്ല, സ്വാഭാവിക മരണം. क्योंकि वो नहीं कर सकता, क्योंकि उसके अंदर अभी प्राण नहीं है। പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന് നടക്കാൻ കഴിയത്തില്ല, പ്രവർത്തിക്കാൻ കഴിയത്തില്ല, ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയത്തില്ല. അവൻ മരിച്ചുപോയി, അവനിൽ ജീവനില്ല. वो ना चल फिर सकता है, ना कुछ काम कर सकता है, क्योंकि वो मर चुका है, उसमें जीवन प्राण नहीं है। പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ ഒരുവൻ ദൈവത്തിന്റെ ബദലായി തീരുമ്പോൾ അവൻ പറയാണ്, വചനം പറയാണ്, പാപസംബന്ധമായി നീ മരിച്ചു എന്ന് പറയുന്നേരം ഇനിയും പാപം ചെയ്യുവാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ആയിത്തീർന്നിരിക്കുന്നു. इसलिए एक व्यक्ति जो है, जिसने बपतिस्मा लिया है, उसको समझना है वो पाप के लिए मर चुका है, अब वो पाप नहीं कर सकता। രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ മദ്യം കാണുമ്പോൾ അതിനോടൊരു ആഗ്രഹം, കൂട്ടുകാരോടിരുന്ന് കുടിക്കാൻ ആഗ്രഹിച്ചാൽ മാനസാന്തരപ്പെട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം. उद्धार प्राप्त करने के बाद भी अगर पुराना स्वभाव अगर हमारे अंदर में इच्छा आती है, इसका अर्थ क्या है? हमारा यथार्थ में मन फिराव नहीं हुआ है। ഞങ്ങൾ കൽക്കട്ടയിൽ ശുശ്രൂഷിക്കുന്ന സമയത്ത് അവിടുത്തെ ആർമിയിൽ ജോലി ചെയ്യുന്ന ഒരു നല്ല സഹോദരൻ ഉണ്ടായിരുന്നു. हम जब कलकत्ता में सेवकाई कर रहे थे, तब वहां पे आर्मी का एक अच्छा एक बंदा था। അദ്ദേഹം രക്ഷിക്കപ്പെട്ട ദൈവത്തിലായി തീർന്നു. उसने यीशु मसीह को उद्धार कर स्वीकार करके परमेश्वर के संतान बन गया। നിങ്ങൾക്കറിയാമല്ലോ, മദ്യം എന്ന് പറയുന്നത് ആർമിയിൽ സുലഭമായി കിട്ടുന്നതാണ്, ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. शराब जो है आर्मी के अंदर में हर एक सैनिक को मिलता है, फ्री में मिलता है कुछ बोतलें। പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം മുമ്പ് മദ്യപിക്കാനായിരുന്നു, രക്ഷിക്കപ്പെട്ടതിന് ശേഷം മദ്യപാനം നിർത്തി. परमेश्वर के संतान बनने से पहले एक पापी के माफिक जीवन बिताने वाला, शराब पीने वाला, मत वाला व्यक्ति था। എന്താണ് കാരണം? മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്നാണ് ദൈവവചനം. लेकिन उसके बाद उसने शराब पीना बंद कर दिया, क्योंकि प्रभु के वचन में लिखा है, शराब पीने वाले, मतवालापन करने वाले परमेश्वर के राज्य का हिस्सा नहीं बन सकते। പ്രൈസ് ദി ലോർഡ്. ആ സഹോദരൻ അവിടെ ഇവർക്ക് പാർട്ടികൾ നടത്താറുണ്ട്. പാർട്ടി നടത്തുമ്പോൾ അവർ പ്രധാനമായി കൊടുക്കുന്നത് മദ്യമാണ്. तब जब भी उनकी यूनिट के अंदर पार्टी होती थी, तब मुख्य रूप से उसमें शराब दिया जाता था। അദ്ദേഹം പറഞ്ഞു, ഞാൻ കുടിക്കത്തില്ല, എനിക്ക് മദ്യം വേണ്ട, ഞാൻ കുടിക്കത്തില്ല എന്ന് തീർത്ത് പറഞ്ഞു. उसने कहा दूसरों से, मैं अब नहीं पीऊंगा, मैंने बंद कर दिया, मैं नहीं पीऊंगा। കാരണം ഞാനൊരു ദൈവ പൈതലായി തീർന്നു, മദ്യപിക്കുന്ന പാപമാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ദൈവവചനം പറയുന്നു. उसने कहा, मैं परमेश्वर संतान बन चुका हूं, इसलिए परमेश्वर वचन में लिखा है शराब नहीं पीना है, इसलिए मैं शराब नहीं पीऊंगा। കൂട്ടുകാരനും കൂടെ ഇദ്ദേഹത്തെ ജബർദസ്തി പിടിച്ച് തലേക്കൂടെ ഒരു കുപ്പി മദ്യം അങ്ങ് ഒഴിച്ചു. मित्रों ने इसको पकड़ के सबने मिलकर इसके सर में से एक बोतल पूरी की पूरी ढोल दी। ദൈവമക്കളെ, തലേക്കൂടെ പോയതല്ലാതെ തന്റെ വായിൽ എന്ത് ചെയ്തില്ല, അത് ചെന്നില്ല. प्रियों, सर में से तो वो शरीर पे गिर गया, लेकिन एक बूंद भी उसके मुंह के अंदर में प्रवेश नहीं कर पाया। പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തലേക്കൂടെ ഒലിച്ചോട്ടെ, കുളിപ്പിച്ചോട്ടെ, എന്നാലും നമ്മുടെ ഉള്ളിൽ അത് ചെല്ലുവാൻ പാടില്ല. മദ്യം അനുഭവിക്കാൻ പാടില്ല. മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. शरीर में चले जाने दो, लेकिन वो हमारे अंदर प्रवेश नहीं करना है, क्योंकि ऐसे काम करने वाले प्रभु के राज्य में प्रवेश नहीं कर सकते। പ്രൈസ് ദി ലോർഡ്. അതാണ് പാപം സംബന്ധിച്ച് ഞാൻ മരിച്ചിരിക്കുന്നു, ഇനി എനിക്ക് ആ പാപം ചെയ്യുവാൻ കഴിയുകയില്ല. इसलिए वचन में लिखा, पाप के लिए मैं मर चुका हूं, अब मैं पाप नहीं कर सकता हूं। പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവ പൈതൽ പാപത്തെ വെറുത്ത, പാപത്തെ വിട്ട് എന്ത് ചെയ്യണം, ജീവിക്കേണ്ടത് ആവശ്യമാണ്. एक विश्वासी को, परमेश्वर के संतान को, पाप से घृणा करके पाप को दूर रख के जीना है। പാപം ചെയ്യുവാനുള്ള അവസരം പിശാച് നിങ്ങളുടെ മുമ്പിൽ ഒരുക്കിക്കൊണ്ടുവരും, യാതൊരു സംശയവുമില്ല. पाप करने के अवसर शैतान मेरे आपके सामने जरूर लेकर आएगा। അന്നേരത്ത് ഓർക്കണം, ഞാൻ പാപം സംബന്ധിച്ച് എന്ത് ചെയ്തിരിക്കുന്നു,
മരിച്ചിരിക്കുന്നു, എനിക്കിനി ആ പാപം ചെയ്യുവാൻ കഴിയുകയില്ല. तब सोचना है मैं पाप के लिए मर चुका हूं, इस काम के लिए अब मैं पाप नहीं कर सकता हूं. യോസേഫ്, നിയമത്തിലെ യോസേഫിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, വായിച്ചിട്ടുണ്ടല്ലോ. पुराने नियम में हम यूसुफ के बारे में पढ़ते हैं. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യോസേഫിന് പാപം ചെയ്യുവാനുള്ള ഒരു അവസരം, മോഹനമായ ഒരു അവസരം ഉണ്ടായി. यूसुफ के जीवन में पाप को करने का एक बहुत अच्छा अवसर मिला था. അവന്റെ അപ്പൻ കൂടെയില്ല, സഹോദരങ്ങൾ കൂടെയില്ല, ആരും കൂടെയില്ല. എന്നാൽ അവൻ പറഞ്ഞ അവസരം കിട്ടിയപ്പോൾ നമുക്കറിയാം, പൊത്തിപ്പേറിന്റെ ഭാര്യ അവനെ പാപം ചെയ്യുവാൻ തക്കൊണ്ട് അത്രമാത്രം സമ്മർദ്ദം ചെലുത്തി. അപ്പോൾ പറയുന്നത്, അവൻ ദൈവത്തിന് വിരുദ്ധമായി പാപം ചെയ്യുകയില്ല. घर में उसके माता पिता भाई बहन नहीं थे. उसके मालिक की पत्नी, पोतीफर की पत्नी जो है, उसे पाप करने के लिए उससे बहुत ही मजबूर Praise the Lord. करती है, ഇതുപോലെ लेकिन ഒരു तब भी वो पाप नहीं करता है. ചില ഇന്നത്തെ ലോകം പറയാം, അവൻ എന്തൊരു ഫോഷനായി, ആരും അറിയത്തില്ല, ആരും കണ്ടിട്ടില്ല, അവന്റെ അവിടെ ഭർത്താവ് പോലും എന്തില്ല, അറിയുന്നില്ല, എൻ്റെ അപ്പൻ കൂടെയില്ല, അമ്മയോ മരിച്ചുപോയി, എൻ്റെ സഹോദരങ്ങൾ കൂടെയില്ല, ആര് കാണാനാ, നല്ല അവസരമല്ലേ എന്ന് ചിന്തിച്ച് പാപത്തിൽ ഏർപ്പെടുന്ന ആയിരങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട്. बहुत से ऐसे पाप करने वाले सोच सकते हैं कि ये तो बेवकूफ आदमी है, कोई देखने वाला नहीं था, कर सकता था. प्रियो, कहना चाहता हूं, ऐसे हजारों हजारों लोग मसीहत में इस तरह छुप के पाप करते हैं. അവന് ദൈവഭയം ഉണ്ടായി. കാരണം എന്നെ ആരും കാണുന്നില്ലെങ്കിലും തേജോമനായ ദൈവത്തിന്റെ കണ്ണിന്റെ മുമ്പിൽ യാതൊരു കാര്യം മറവായിരിക്കുന്നില്ല. ഞാൻ ഈ പാപം ചെയ്താൽ എൻ്റെ ദൈവം അത് കാണും, ദൈവം കാണുന്നു, അതുകൊണ്ട് എനിക്ക് പാപം ചെയ്യുവാൻ സാധ്യമല്ല. लेकिन उसको मनुष्य से नहीं, परमेश्वर से डर था, क्योंकि उसको मालूम था कि मुझे देखने वाला एक परमेश्वर है, Praise the इसलिए Lord. मैं पाप Hallelujah. नहीं कर सकता हूं. प्रियो, इसलिए यूसुफ ने Hallelujah. पाप नहीं किया. നിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യവും കാണുന്ന ഒരു കണ്ണ് ഉയരത്തിലുണ്ട്. മനുഷ്യന്റെ ദൃഷ്ടിയിൽ മറവായിരിക്കും, എന്നാൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ മറവായിരിക്കത്തില്ല. मेरा आप जो काम करते हैं, हमारे कार्यों के द्वारा, सोच विचार के द्वारा, प्रवृत्ति के द्वारा, याद रखना है, देखने वाली तो आंखें हैं, वो अदृश्य आंखें परमेश्वर का हम कभी भूल ना जाए. ആരും കാണാതെ നിങ്ങൾക്ക് പാപം ചെയ്യാം. ഭർത്താവ് അറിയത്തില്ല, ഭാര്യ അറിയത്തില്ല, മക്കൾ അറിയത്തില്ല, പാസ്റ്റർ അറിയത്തില്ല, ലോകം അറിയത്തില്ല, ആരും അറിയത്തില്ല. പക്ഷെങ്കിൽ കാണുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ആ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ മറഞ്ഞിരിക്കുന്ന യാതൊരു സൃഷ്ടിയുമില്ല എന്ന് ദൈവനത്തെ വായിക്കുന്നത്. मेरा आप जब ऐसी गलतियां करे, पाप करे, शायद देखने वाला कोई भी ना हो, लेकिन याद रखना है, कोई ना देखे, लेकिन एक देखने वाला अदृश्य परमेश्वर के दो आंखें हैं, जो मुझे और आपको Praise the 24 Lord. घंटे देखती है. വ്യഭിചാരി സ്വർഗരാജ്യം അവകാശമാക്കിയില്ല, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കിയില്ല. ഇതെല്ലാം ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ശ്രേഷ്ഠ കൽപ്പനകളാണ്. मतवालापन या व्यभिचार करने वाले प्रभु के राज्य में प्रवेश नहीं करेंगे, ये स्पष्ट रूप से प्रभु ने अपने वचनों में कहा है. നമ്മൾ ആദ്യം വായിച്ച കുറിവാക്യം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കണം, മർക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തില്. പ്രൈസ് ദി ലോർഡ്. മാനസാന്തരപ്പെട്ട് എന്ത് ചെയ്യണം? സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. इसलिए हमने जो आयत पहले पढ़ा था, यीशु मसीह ने कहा, परमेश्वर का राज्य के निकट है, इसलिए मन फिराव करो और सुसमाचार पे विश्वास करो. അതായത് ഒരൊറ്റ പാപിക്കും കർത്താവ് ഒരുക്കുന്ന രാജ്യത്തിൽ പ്രവേശനം ഇല്ല. अर्थात एक भी पापी को जो स्थान प्रभु यीशु मसीह तैयार कर रहे हैं, Praise the वहां Lord. प्रवेश करने की अनुमति नहीं है. അനേകരും രഹസ്യ പാപങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരാണെന്ന് നമുക്ക് കാണുവാൻ കഴിയും. രഹസ്യ പാപം ആര് കാണുന്നില്ല, ആര് കാണാതെ രഹസ്യമായി ചെയ്യുന്ന അനേക പാപ പ്രവൃത്തികൾ ഇന്ന് ലോകത്തിലുണ്ട്. अनेक लोग इस तरह गुप्त रूप से रहस्य में पाप करते हैं, ये सोच के कोई देख नहीं रहा है, ऐसा हम जानते हैं. അല്പസമയത്തെ സന്തോഷത്തിന് വേണ്ടി, അല്പസമയത്തെ സുഖത്തിന് വേണ്ടി ഒക്കെ മനുഷ്യൻ പാപം ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുന്നു. പക്ഷെ ഓർക്കണമേ, ഇതിനെല്ലാം ന്യായം വിധിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ദൈവത്തിന്റെ കണ്ണുകൾക്ക് മറവായിരിക്കുന്നത് ഒന്നുമില്ല. उस समय के आनंद के लिए, कुछ शारीरिक सुख के लिए हम देखते हैं अनेक लोग इस तरह के
गुप्त पाप में लिप्त होते हैं, पाप करते हैं। ഇതിനകത്തിരിക്കുന്ന ഒരൊറ്റ വ്യക്തിയെ പോലും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, നിങ്ങൾ എന്നെയും കണ്ടിട്ടില്ല. പക്ഷെങ്കിൽ നമ്മളെല്ലാവരും കാണുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. जितने आज डिवाइस में हैं उनमें से कोई शायद मुझे नहीं देखा है, मैंने किसी को नहीं देखा है, लेकिन हम सबको देखने वाला एक परमेश्वर ऊपर बैठा हुआ है। പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് പാപം സംബന്ധിച്ച് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? മരിച്ചിരിക്കുന്നു. ഇനി എനിക്ക് മദ്യപിക്കാൻ സാധ്യമല്ല, ഞാൻ മരിച്ചിരിക്കുന്നു. പാപം ചെയ്യാൻ സാധ്യമല്ല, കള്ളം പറയാൻ സാധ്യമല്ല, മോഷ്ടിക്കാൻ സാധ്യമല്ല, വചനവിരുദ്ധമായി ജീവിപ്പാൻ സാധ്യമല്ല. കാരണം ഞാൻ മരിച്ചിരിക്കുന്നു, ഞാൻ ഇപ്പോൾ ഒരു പുതിയ സൃഷ്ടി ആയിരിക്കുന്നു. ആ ചിന്ത നമ്മളെ ഭരിക്കണം. इसलिए हमेशा हमारे अंदर में एक विचार जरूर होना है, मैं एक विश्वासी प्रभु की संतान हूं, इसलिए पाप के लिए जब मैं मर चुका हूं तो अब मैं पाप नहीं कर सकता हूं। झूठ बोलना, चोरी करना, व्यभिचार करना, दारू पीना और जो दूसरे काम है हमारे मित्र के, मनुष्य के, मैं नहीं कर सकता हूं। हमेशा याद रखना है। പ്രൈസ് ദി ലോർഡ്. കർത്താവ് മടങ്ങി വരുന്നത് തന്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ വേണ്ടിയാണ്. यीशु मसीह अपने पवित्र लोग को अपने साथ लेके जाने के लिए दोबारा आने वाला है। ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു മരണത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. മരിച്ചതിന് ശേഷം ജീവൻ, ക്രിസ്തു ജീവന് പ്രാപിക്കും. പാപം സംബന്ധിച്ച് മരിച്ചു, പിന്നെ ആത്മാവ് സംബന്ധിച്ച് ജീവൻ പ്രാപിക്കും. ആത്മീയമായി ജീവിക്കപ്പെടുന്ന അവസ്ഥ. പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടി ഉരിഞ്ഞു കളഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നു. इसलिए मसीह जीवन क्या है? पाप के लिए मर गए, आत्मा में अब जीने के लिए हम जिंदा है। हमारे पाप के तमाम स्वभाव को हमने उतार दिया है और जो एक नया जीवन हमने पहन लिया है, ये मसीह जीवन है। ദൈവമക്കളെ, നമ്മളെ ദൈവം ന്യായം വിധിക്കുമ്പോൾ അവനെ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ മേളിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കും എന്ന വാക്യം എടുത്ത് വായിക്കുന്നില്ല. മുകളിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും ഞാൻ വിളിക്കും ന്യായവിധി ദിവസത്തിൽ. इसलिए परमेश्वर वचन में लिखा है, मैं ऊपर से आकाश और पृथ्वी को मैं पुकारूंगा, बुलाऊंगा न्याय के दिन में। കാരണം ദൈവത്തിന് മനുഷ്യനെ വിശ്വാസമില്ല. കാരണം മനുഷ്യൻ എന്ത് ചെയ്യും? അവസരമനുസരിച്ച് തിരിച്ചും മറിച്ചും പറയും, ഇഷ്ടമുള്ളവർക്ക് വേണ്ടി ഫേവറായിട്ട് സംസാരിക്കും, ഇഷ്ടമുള്ളവരെ സപ്പോർട്ട് ചെയ്യും. എന്നാൽ ദൈവം പറയാണ്, ഞാൻ ഇവരെ ഒന്നിനെയും വിളിക്കുന്നില്ല, മുകളിൽ നിന്ന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും വിളിക്കും. क्योंकि परमेश्वर को मनुष्य विश्वास नहीं, इसलिए प्रभु कह रहा है, मैं मनुष्य को नहीं लेकिन उस आकाश को और उस पृथ्वी को मैं पुकारूंगा, बुलाऊंगा। എന്താ അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നത്? उसका अर्थ क्या है? എന്ന് പറഞ്ഞാൽ ഭൂമിയില് ആകാശത്തെയും ഭൂമിയും മറച്ച് ലോകത്തിൽ ഒരു മനുഷ്യനും ഒരു കാര്യം ചെയ്യാൻ സാധ്യമല്ല. आकाश और पृथ्वी को ढक के कोई व्यक्ति को कोई काम करना असंभव പ്രൈസ് ദി है। ലോർഡ്. ഹല്ലേലൂയ. ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ഒരാൾ പാപം ചെയ്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ, ഒരു മുറിയിൽ വെച്ച് ഒരാൾ പാപം ചെയ്താൽ ആ മുറിയിലെ ഭിത്തിയെ ദൈവം വിളിക്കും, അവിടുത്തെ കതകനെ വിളിക്കും. നീ ഇത് കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അത് പറയും, ഇന്ന സമയത്ത് ഇന്ന പോലെ ഈ വ്യക്തി പാപം ചെയ്തു, ഞാൻ കണ്ടിട്ടെന്ന് പറയും. അതാണ് എൻ്റെ അർത്ഥം. ആകാശത്തെയും ഭൂമിയും വിളിക്കുമെന്ന് പറഞ്ഞാൽ എന്താ? ആകാശത്തിന് കീഴിൽ മറഞ്ഞിരിക്കുന്ന യാതൊരു കാര്യവുമില്ല. മനുഷ്യന് മറവാണ്, ആർക്കും ആരെയും മറച്ച് ചെയ്യാം. പക്ഷെങ്കിൽ ആകാശത്തെ ഭൂമിയെ മറച്ച ഒരു മനുഷ്യനും ഒരു കാര്യം ചെയ്യുവാൻ സാധിക്കത്തില്ല. आकाश और पृथ्वी को मैं बुलाऊंगा, उसका अर्थ क्या है? मनुष्य जो पाप इस संसार में किसी पृथ्वी पे कोने में करता है, किसी कमरे के कोने में करता है, तो प्रभु Praise the कहता Lord. है, मैं उस कमरे से कहूंगा, उस दीवार से कहूंगा, देख बता इसने किया था या नहीं किया था, तो वो बताएगी हाँ इसने किया था। Praise the इसलिए Lord. आपको समझना है, कुछ भी छुपा नहीं है। Hallelujah. आकाश और पृथ्वी के नीचे में हम जो करते हैं, അതായത് മനുഷ്യനെ മറച്ച് മനുഷ്യന് ഏത് കാര്യം ചെയ്യാൻ സാധിക്കും. എന്നാൽ ഒരു കാര്യം ഓർക്കണം, എന്നെ കാണുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് ആ ദൈവത്തെ മറച്ച് എനിക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല എന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കണം. इसलिए मनुष्य को छुपा के मेरा आप कुछ भी कर सकते हैं प्रियो, लेकिन याद रखना है, उस परमेश्वर की आंखों से छुप के हम कुछ नहीं कर सकते। പ്രൈസ് ദി ലോർഡ്.
ജീവിതം എന്ന് പറയുന്നത് ഒരു സമർപ്പണത്തിൽ കൂടെ മാത്രമേ ജീവിതത്തിൽ ജയിക്കാൻ കഴിയത്തുള്ളൂ. जीवन एक समर्पण के साथ ही जी के हम जीत सकते हैं. പൗലോസ് പറയുന്നു, നിങ്ങളെ എബ്രായർക്ക് ക്രൈസ്തലോടെ പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ലായിരുന്നു. हम देखते हैं पौलुस कहता है, पाप से लड़ते हुए तुमने अपने प्राण को नहीं दिया है. അതിന്റെ അർത്ഥം എന്താ? उसका अर्थ क्या है? പ്രാണത്യാഗത്തോളം മരിക്കേണ്ടി വന്നാലും ഞാൻ എന്ത് ചെയ്യില്ല, പാപം ചെയ്യുകയില്ല. അതാണ് എന്റെ അർത്ഥം. ദൈവത്തിന് उसका अर्थ സ്തോത്രം. है मृत्यु भी क्यों ना आ जाए लेकिन मैं पाप नहीं करूंगा. ക്രൈസ്തലോടെ അവിടെ വായിക്കുമ്പോൾ പാപത്തോട് എന്ത് ചെയ്യണം? പോരാടണമെന്നാണ് വായിക്കുന്നത്. പാപത്തോട്. इसलिए पाप से क्या करना, हमें युद्ध करना है. ഈസിയായിട്ട് വിചാരിക്കരുതേ. പാപം എന്ന് പറയുന്നത് ഈസി അല്ല. നമ്മളെ നിത്യനരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വലിയ സാത്താന്യ ശക്തിയാണ്. അതിനെ നിങ്ങൾ ജയിക്കണമെങ്കിൽ കർത്താവിലും കർത്താവിന്റെ ആത്മാവിലും ദൈവഗുരുവിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് അതിനോട് പോരാടിയെങ്കിലേ നിങ്ങൾക്ക് ജയിപ്പാൻ കഴിയുള്ളൂ. इसलिए जीवन के अंदर में पाप को हल्के में मत लो, क्योंकि पाप ही है जो मुझे रात को नरक में लेके जाएगा. इसलिए इस पाप के विरोध में मुझे रात को लड़ना है, मलयुद्ध करना है. പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് പോരാടുന്നത്? क्यों हमें युद्ध करना है? എന്തെല്ലാം ആണെങ്കിലും എനിക്ക് എൻ്റെ ദൈവം വെച്ചിരിക്കുന്ന രാജ്യത്തിലെ പ്രവേശനം എനിക്ക് നിഷേധിക്കപ്പെടാൻ പാടില്ല. എനിക്ക് എൻ്റെ രക്ഷിക്കപ്പെട്ടപ്പോൾ നമുക്കൊരു ലഭിച്ച സന്ദേശമാണ്, ഞാൻ നിങ്ങൾക്കൊരു രാജ്യം ഒരുക്കുന്നു. ആ രാജ്യത്തിലേക്കുള്ള പ്രവേശനമാണ്. അതിനുവേണ്ടിയാണ് നിങ്ങളെ രക്ഷിക്കുന്നത്. ആ പ്രവേശനം ഏതെങ്കിലും തരത്തിൽ നമുക്ക് ലഭിക്കാതിരിക്കുവാൻ 24 മണിക്കൂറും 365 ദിവസവും പിശാച് നമ്മളോട് ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കും. എന്നാൽ അതിനോട് എന്ത് ചെയ്യണം? യുദ്ധം പ്രഖ്യാപിക്കണം. പിശാച് നീ എത്ര പ്രവർത്തിച്ചാലും ഞാൻ ഇന്നിങ്ങനെ പാപം ചെയ്യത്തില്ല എന്ന് പോരാടി നിൽക്കണം. ദൈവത്തിന് സ്തോത്രം. क्यों मुझे रात को पाप से लड़ना है? इसलिए कि प्रभु के राज्य में जाने से हम वंचित ना हो जाए. इसलिए जीवन के अंदर में मुझे रात को युद्ध करना है, चाहे मेरी मृत्यु भी क्यों ना हो जाए. पाप से मैं रात कहे मैं पाप नहीं करूंगा. ഓ പ്രൈസ് ദി ലോർഡ്. ഒരു വീണ്ടും ജനനം എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രിസ്തീയത ആരംഭിച്ചതേ ഉള്ളൂ. എന്നാൽ പൂർത്തീകരണം വരുന്ന മരണത്തോടു കൂടിയാണ്. नया जीवन जो है, हम यीशु मसीह को स्वीकार कर बपतिस्मा लेते हैं, तब आरंभ ही होता है. ये पूरा कब होगा? जब हमारी शारीरिक मृत्यु होती है. മരിക്കുന്നിടം വരെ ഒരു ജീവിതം നമുക്കുണ്ട്. ജീവിതം, ആ ജീവിതമാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. उस समय से लेके हमारी मृत्यु तक एक जीवन है, उस जीवन को सुरक्षित रखना है. നമ്മളെ കർത്താവാക്കിയിരിക്കുന്ന പാപം നിറഞ്ഞ ലോകത്തിലാണ്. ദൈവത്തെ വായിക്കുന്ന സകല ലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്നാണ്. मुझे आपका प्रभु ने इस पाप पर पृथ्वी पे रखा हुआ है. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മളോട് പോരാടുന്ന 3 ശക്തിയാണ് ദൈവത്തെ വായിക്കുക. കർത്താവായ യേശുവിനെ സാത്താൻ പരീക്ഷിക്കാൻ വന്നപ്പോൾ പരീക്ഷിച്ച 3 സംഗതിയാണ് ലൂക്കോസ് സുവിശേഷത്തിൽ വായിക്കുന്നത്. കൺമോഹം, ജഡമോഹം, ജീവനത്തിന് പ്രതാപം. ഇതിനെക്കുറിച്ചൊക്കെ പറയാനാണെങ്കിൽ പിന്നീട് അവസരം പറയാം. ഹല്ലേലൂയ. ഈ വക ശക്തിയാണ് കർത്താവിനെ പരീക്ഷിച്ചത് പിശാച്. हम देखते हैं कि यीशु मसीह को भी शैतान ने 3 तरह से परीक्षा किया. एक आंखों का प्रलोभन है, दूसरा जीविका का घमंड है, तीसरा शरीर की अभिलाषाएं. എന്നാൽ കർത്താവ് ഇതിനെ 3 എന്ത് ചെയ്തു? ജയിച്ചു. लेकिन यीशु मसीह ने तीनों पे जय प्राप्त किया. ഇന്ന് ലോകത്തുള്ള സകല മനുഷ്യനോട് പിശാച് പോരാടുന്ന ഈ 3 കാര്യങ്ങളിൽ കൂടെയാണ്, വിധത്തിൽ കൂടെയാണ്. इसी तरह आज भी शैतान तमाम मनुष्यों को इसी 3 तरह के विचारों में, पापों में फंसाता है. നമ്മുടെ കർത്താവ് അതിനെ ജയിച്ചുവെങ്കിൽ തന്നെ അനുഗമിക്കുന്നവർക്കും ജയിക്കാൻ കഴിയും. നമ്മുടെ കഴിവിനാൽ അല്ല, ദൈവത്തിന്റെ കൃപയാൽ, പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ നമുക്ക് ജയിപ്പാൻ കഴിയും. हमारे उद्धारकर्ता ने अगर विजय प्राप्त किया है तो हमारी शक्ति सामर्थ्य के साथ नहीं, लेकिन प्रभु करुणा दया से पवित्र आत्मा के द्वारा मैं और आप भी जय प्राप्त करेंगे. അപ്പൊ നമുക്കൊരു ആഗ്രഹം ഉണ്ടാകണം. എനിക്ക് എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം? വിശുദ്ധിയോടെ ജീവിക്കണം.
ഇനി എനിക്ക് പാപം ചെയ്യാൻ സാധ്യമല്ല. കർത്താവെ, എന്നെ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ നിർത്തണമേ. അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ദൈവത്തെ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. इसलिए प्रियो होना क्या है? हमारे अंदर एक इच्छा होना है, मुझे पवित्रता के साथ चलना जीना है। वो इच्छा नहीं होगी तो प्रभु कुछ नहीं कर सकता है। എന്റെ സമയം ഇവിടെ തീരുകയാണ്. ഹല്ലേലൂയ. ഇനി ഒരു 8-9 മിനിറ്റ് 10 മിനിറ്റ് ഇല്ല. ഞാൻ പറയട്ടെ, നമുക്കെല്ലാവർക്കും എവിടെ ചെല്ലണം? കർത്താവ് ഒരുക്കുന്ന രാജ്യത്തിൽ എത്തണം. हम सबको कहां पहुंचना है प्रियो? जो Praise राज्य the यीशु Lord. मसीह तैयार कर रहा है, वहां Hallelujah. पहुंचना है। നിങ്ങൾ എല്ലാ ആഴ്ചയുടെ മിക്കവാറും ദിവസങ്ങൾ ഇതുപോലെ മീറ്റിംഗ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതെല്ലാം കേട്ടിട്ടും നിങ്ങൾക്ക് സ്വർഗരാജ്യത്തെ കർത്താവ് ഒരുക്കുന്ന രാജ്യത്തിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് കേട്ടതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? एक बात सोचो, हर एक दिन इस मीटिंग के द्वारा प्रभु का वचन आप सुनते हो, लेकिन इन तमाम वचनों को सुनने के बावजूद भी अगर एक दिन प्रभु के राज्य में प्रवेश नहीं कर पाए तो इतने दिन Praise the इतने Lord. साल सुनने से क्या फायदा है? പ്രൈസ് ദ ലോർഡ്. സണ്ണിയോൺ പാസ്റ്ററും ബിജു ദാനിയേൽ പാസ്റ്ററും അതുപോലെ എല്ലാ ദൈവദാസന്മാരും ആഗ്രഹിക്കുന്നു നിങ്ങൾ എല്ലാവരും എവിടെ എത്തണം? ദൈവസ്ഥനിൽ എത്തണം, ദൈവരാജ്യത്തെ എത്തണം. ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ ദൈവമക്കളെ. परमेश्वर के दास लोग, हम लोग, हमारी इच्छा क्या है प्रियो? एक ही है कि आप सब प्रभु के राज्य में प्रवेश करना है। അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ പാപം സംബന്ധിച്ച് മരിച്ചിരിക്കുന്നു, ഇനി എനിക്ക് പാപം ചെയ്യുവാൻ സാധ്യമല്ല. इसलिए मुझे और आपको निर्णय कर रहा है, पाप के लिए मैं मर चुका हूं, इसलिए मैं पाप नहीं कर सकता हूं, नहीं करूंगा। രക്ഷിക്കപ്പെട്ടതിന് മുമ്പുള്ള പാപം തന്നെ തുടരുകയാണെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? उद्धारकर्ता स्वीकार करने से पहले जो पाप करते थे आज भी उसी को दोहरा रहे हैं, तो क्या फायदा Praise the है इस Lord. मसीह Hallelujah. जीवन से? ഹല്ലേലൂയ. പാപസംബന്ധമായി ഞാൻ മരിച്ചിരിക്കുന്നു. पाप के लिए मैं मर चुका हूं। അതാണ് റോമാലേഖനം 6-ാം അധ്യായത്തിൽ വായിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ അവിടെ വായിക്കാൻ ചിന്തിക്കാൻ നമുക്കുണ്ട്. ഹല്ലേലൂയ. പാപസംബന്ധിച്ച് മരിച്ചവരായി നിങ്ങൾ അതിൽ പിന്നെ ജീവിക്കുന്നത് എങ്ങനെ? इसलिए रोमा 6 अध्याय में उस पाप से संबंधित बहुत सी बातों के बारे में लिखा है। पाप के लिए मर गए तो आगे कैसे ऐसे जीवन बिता सकते हो पाप में तुम? അങ്ങനെ ഞാൻ പാപം സംബന്ധിച്ച് മരിച്ചു എന്ന് ഏറ്റു പറയുന്ന ഒരു വ്യക്തിയാണ് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നത്. एक व्यक्ति जो कहता है कि मैं पाप के लिए मर चुका हूं, मन फिराव कर चुका हूं, वही व्यक्ति है जो बपतिस्मा ले सकता है। പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമ്മളെല്ലാവരും വ്യക്തിപരമായി ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ഒരു ദിവസം ഉണ്ട്. हम सबको एक दिन न्याय के सामने यीशु मसीह के सामने खड़ा होना है। ഒരു ദിവസം കർത്താവ് വരും. एक दिन यीशु मसीह आएगा लौट कर। നമ്മൾ വായിക്കുന്ന കാഹളം ധ്വനിക്കും. इसलिए वचन में लिखा है तुर्की फूकी जाएगी। മരിച്ചവർ അക്ഷയരായി ഉയർക്കും. जो पहले मर चुके हैं वे झूठेंगे। ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് കർത്താവിനെ ഏൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. जो जीवित है एक नए शरीर के साथ में मध्य आकाश में यीशु मसीह के साथ मिलने के लिए उठेंगे। അന്ന് കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുന്ന ജനത്തിന്റെ കൂടെ നമ്മളും ആയിരിക്കണം. जितने लोग उस समय उठेंगे उनमें मैं और आप भी होना है प्रियो। പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ ദാസന്മാർക്ക് ഈ സന്ദേശം അറിയിക്കാനേ കഴിയത്തുള്ളൂ. നിങ്ങളെ ഒരൊറ്റ ഒരു വ്യക്തിയിലെ രക്ഷിക്കപ്പെടുത്തുവാൻ ഒരൊറ്റ മനുഷ്യനും ഒരു ദൈവദാസനും കഴിയത്തില്ല. मैं आपसे कहना चाहता, परमेश्वर का दास जो है केवल आपको वचन का प्रचार कर सकता है, बता सकता है, कोई भी आपको मन फिराव करा नहीं सकता है। പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കാലം തികഞ്ഞു. ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. समय निकट आ चुका है। मन फिराव करके सुसमाचार पे विश्वास करके हम आगे बढ़े। പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇനി ഒരു അവസരം നമുക്ക് ഇനി കിട്ടുമെന്നറിയത്തില്ല. അതിനു മുമ്പ് കർത്താവ് വരുമോ, നമ്മൾ ലോകത്തെ മാറ്റപ്പെടുമോ എന്ന് നമുക്കറിയത്തില്ല. എന്ത് സംഭവിച്ചാലും നമുക്കെല്ലാവർക്കും ദൈവസന്നിധി കാണണം. അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. अगला अवसर हमको मिलेगा नहीं मिलेगा हमको मालूम नहीं है,
यीशु मसीह कभी भी आ जाए हमको मालूम नहीं है, लेकिन जब भी आए मेरा प्रभु के साथ उठा ले जाए, Praise ये the Lord. हमारा लक्ष्य होना है। ഞാൻ പറഞ്ഞ ലളിതമായ ഒരു സന്ദേശമാണ് ഇന്ന് രാത്രി ഇന്ന് പകൽക്കാൻ ഞാൻ പറഞ്ഞത്. बहुत ही सरल भाषा में मैंने आपके सामने प्रभु के वचन का ഹല്ലേലൂയ. ഒത്തിരി നമ്മൾ കേൾക്കുന്നതിലും കേൾക്കുന്നത് എന്ത് ചെയ്യണം? ശ്രദ്ധയോടെ കരുതേണ്ടത് ആവശ്യമാണ്. बहुत ना सुने, लेकिन जो सुनते हैं ध्यान से सुने, उसको समझे रखे अपने पास। ഹല്ലേലൂയ. വിശുദ്ധിയോടെ ജീവിക്കാം. ഞാൻ പാപം സംബന്ധിച്ച് മരിച്ചവനാണ്, ഇനി എനിക്ക് പാപം ചെയ്യുവാൻ കഴിയത്തില്ല എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കണം. കർത്താവേ, ഇന്ന് രാവിലെ എൻ്റെ വായിലെ വാക്കുകൾ ഹൃദയത്തെ ധ്യാനം പ്രസാദമായിരിക്കണമേ. ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന എൻ്റെ വാചകം ഞാൻ പറയാം. ഒരു സമർപ്പണ പ്രാർത്ഥനയ്ക്കുണ്ട്. കർത്താവേ, എൻ്റെ കണ്ണുകളെ ഞാൻ സമർപ്പിക്കുന്നു, എൻ്റെ നാവിനെ സമർപ്പിക്കുന്നു, എൻ്റെ ചെവികളെ സമർപ്പിക്കുന്നു, കൈകാലുകളെ, അവയങ്ങളെ മുഴുവനും. റോമാലേഖനം 12-ാം അധ്യായത്തിൽ വായിക്കുന്ന പോലെ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, അവിടെ വ്യക്തമായി പറയുന്നുണ്ട്, ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? നമ്മൾ സമർപ്പിക്കപ്പെടണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഒരു സമർപ്പണം നിങ്ങളുടെ ജീവിതത്തിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകണം. അങ്ങനെ ഒരു സമർപ്പണത്തോടെ ജീവിച്ചേ. പാപം ചെയ്യുവാൻ എനിക്ക് അനുവദിക്കരുതേ, ആകത്തെ കാണുവാനിടയാകരുതേ, കേൾക്കുവാനിടയാകരുതേ, പറയുവാനിടയാകരുതേ, ആകാത്തടത്ത് പോകുവാനിടയാകരുതേ. ഇന്ന് രാവിലെ കർത്താവെ, എന്നെ അവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞൊരു ജീവിതം ഒരു ദിവസം തുടങ്ങിക്കാട്ടെ. इसलिए जीवन के अंदर हमेशा समझना है, जैसे संगीतकार कहता है, मेरा मुंह का वचन हृदय का ध्यान प्रभु आपको ग्रहण योग्य हो। इसलिए मैं जब रोज सुबह उठता हूं, प्रभु से कहता, प्रभु मेरी आंखें, मेरी जीभ, मेरे जीवन, मेरा स्वभाव, मेरा हाथ, मेरा पांव कोई भी पाप न करे। तमाम अंगों को मैं सुबह उठते प्रभु के हाथों में समर्पित करता हूं। इसलिए प्रियो, आपसे कहना चाहता हूं, प्रियो, आप भी जीवन के अंदर अपने शरीर को प्रभु के लिए समर्पित करें। जैसे रोमा रचित सुसमाचार 12वें अध्याय में हम पढ़ते हैं, यही परमेश्वर का ग्रहण योग्य सेवा है। मैं आप Praise सबसे the Lord. गुजारिश करता हूं, ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കാം. ഒരു യാഗമെന്ന് പറയുമ്പോൾ അവിടെ ഒരു മരണമുണ്ട്, ഇല്ലേ? इसलिए ആടിനെ अपने പഴയ शरीर നിയമത്തിൽ को जीवित, पवित्र और परमेश्वर को भावता हुआ बलिदान चढ़े। बलिदान का अर्थ क्या है? वहां एक मृत्यु है। പഴയ നിയമത്തിൽ ആടുകളെ ആട്ടുകൊറ്റന്മാരെ അർപ്പിക്കുന്നു, കാളക്കിടാവിനെ അർപ്പിക്കുന്നു. അതിനെ കൊന്നിട്ട് ആണ് അതിന്റെ രക്തം എടുക്കുന്നത്. ഒരു മരണം അവിടെ സംഭവിച്ചു. അതാണ് ഇവിടെ റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ആ യാഗമെന്ന് പറയുമ്പോൾ അവിടെ ഒരു മരണം സംഭവിച്ചു. ഞാൻ പാപം സംബന്ധിച്ച് മരിച്ചിരിക്കുന്നു, ഇനി ഞാൻ ജീവിതത്തിനായി ജീവിക്കുന്നു. ആ ചിന്ത നമ്മളെ ഭരിക്കട്ടെ. इसलिए पुराने नियम हम देखते हैं कि बलिदान करते समय एक जानवर को लिया जाता था, उसको मार दिया जाता था, उसके लहू को वेदी पे चढ़ाया जाता था, वो बलिदान था। उसी तरह नए नियम के अंदर में पौलुस कहता है रोमियो 12:1 के अंदर में, तुम अपने शरीर को जीवित, पवित्र, परमेश्वर को भावता हुआ बलिदान चढ़ाओ, ये तुम्हारी आत्मिक सेवा है। പ്രൈസ് ദി ലോർഡ്. എന്നെ കേട്ട എല്ലാ ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അവസരം ഒരുക്കി തന്ന സണ്ണിയോൺ പാസ്റ്റർ മനോഹരമായി ട്രാൻസ്ലേറ്റ് ചെയ്ത ബിജു ദാനിൽ പാസ്റ്റർ, ഇവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വചനം കേട്ട നിങ്ങൾ എല്ലാവരെയും എന്നെ ഉൾപ്പെടെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധി കാണണം. അതിനായി നമ്മൾക്ക് ആഗ്രഹിക്കാം, അതിനായി ഒരുങ്ങാം, അതിനായി സമർപ്പിക്കാം. പാപസംബന്ധമായി മരിച്ചു എന്നുള്ള ബോധത്തോടെ നമുക്ക് ജീവിക്കാൻ ഇടയാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. इस तरह अवसर दे परमेश्वर के दास सन्नी पास्टर जी को धन्यवाद करता हूं। मैं भी इस वचन के साथ अपने जीवन को समर्पित करता हूं। पाप के लिए हम मर गए, आगे हम पाप के लिए ना जिए। इन वचनों के द्वारा प्रियो प्रभु हम सबको बहुताई से अनुग्रह करे।